ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, ഞാൻ എക്സൈ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം സെയിലാക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റിൽ നമ്മുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൈറ്റാണ് എക്സൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അതിൽ സെയിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 2025 നമ്മുടെ ചലഞ്ചാണ്. നമ്മൾ സെയിൽ ചെയ്ത് മിനിമം ഒരു 200 പേരെങ്കിലും ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത്, എസ്പെഷ്യലി തയ്ക്കുന്ന പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്ത് നമ്മുടെ വീഡിയോ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സൈറ്റാണ് എക്സൈ എന്ന് പറയുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ഹാൻഡ് മെയ്ഡ് മാർക്കറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹാൻഡ് മെയ്ഡ് മാർക്കറ്റാണ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ മെജോറിറ്റി ഐറ്റംസും ഫാക്ടറിയിലും കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു മിനിമം റേറ്റിൽ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം അവർ ബൾക്കായിട്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് അവരൊരു 200 രൂപക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് ആ ഒരു റേറ്റിൽ ഒരിക്കലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമ്മുടേതെന്ന് പറയുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാണ്. സ്യൂയിങ് ആണെങ്കിലും എംബ്രോയ്ഡറി ആണെങ്കിലും സോഫ്റ്റ് ടോയ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ബാക്കി ഏതൊരു സൈറ്റിനെ അപേക്ഷിച്ചും നമുക്ക് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് മാക്സിമം റേറ്റിൽ നല്ല ഒരു പ്രോഫിറ്റോട് കൂടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൈറ്റാണ് എക്സൈ എന്നുള്ളത്. ബാക്കി എല്ലാ സൈറ്റിലും നമുക്ക് നമ്മുടെ സെയിം പ്രൊഡക്റ്റ് നല്ല വില കുറച്ച് വിൽക്കുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ടാവാം. എന്നാൽ ഈ ഒരു സൈറ്റിൽ മാനുഫാക്ചേഴ്സിന് ഒരിക്കലും ഉണ്ടാവത്തില്ല. അതായത് നമ്മൾ മാനുഫാക്ചററാണ്, ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന, നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് വീട്ടിലിരുന്നുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ സൂയിങ് എംബ്രോയ്ഡറി പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കൈ വെച്ചിട്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറ്റുന്ന ഒരു സൈറ്റാണ് എക്സൈ. ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ലോകത്തെവിടേക്ക് വേണമെങ്കിലും ഈ ഒരു സൈറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി നമ്മൾ ആമസോണിലൊക്കെ ഒരു 200 പൈസയ്ക്ക് വിൽക്കുന്ന സാധനം ഈ ഒരു എക്സൈ സൈറ്റിൽ നമ്മൾ പുറം രാജ്യത്തേക്ക് സെയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ വരെയൊക്കെ നമുക്ക് ആ ഒരൊറ്റ പ്രൊഡക്റ്റിന് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള വീഡിയോ വെച്ചാൽ ഇനി അങ്ങോട്ട് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾ exai.com എന്നുള്ള ഒരു സൈറ്റിലേക്ക് പോകുക. ലാപ്ടോപ്പൊന്നുമല്ല, നോർമൽ ഫോണിൽ ചെയ്യുന്ന പ്രോസസ്സാണ് കാണിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്, ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കേണ്ടത്, നമ്മുടെ പേര് കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വരാമെന്നുള്ളത് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആണ്. ഇത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഇമേജ് ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാ പ്രോസസ്സിലും ഞാൻ പറയുന്നതാണ്, ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ അപ്ലോഡ് ചെയ്യുക. ലിസ്റ്റിംഗ് കൊടുക്കുമ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന് കൂടെയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഹാൻഡ് മെയ്ഡ് സോഫ്റ്റ് ടോയ്, ഹാൻഡ് മെയ്ഡ് സാന്റക്ലോസ്, അങ്ങനെ ഓരോ
ഒന്നിനും ഹാൻഡ് മെയ്ഡ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ ഇന്ത്യയിലെ പുറത്തേക്കാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു HI രജിസ്ട്രേഷന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എവിടെ സെയിലാക്കും എന്ന് കിട്ടി. ഇനി ഉള്ളതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ഏരിയയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കറക്റ്റ് ടൈമിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് വീഡിയോസും ആഡ് ചെയ്തിട്ട് ആ ഒരു തീമിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ റിവ്യൂവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾ കറക്റ്റായിട്ട് വാങ്ങുക. അപ്പോൾ ഇനി HIനെ കുറിച്ച് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതേപോലെ ഫുൾ കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്